അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ആദരണീയരായ സംഘടനാ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അവിടുന്ന് ഇങ്ങോട്ട് നല്ല വെളിച്ചാണ്, 2 ലൈറ്റ്. നിങ്ങൾ ഇരിക്കുന്ന ആളുകൾ ഉണർന്നാണോ ഉറങ്ങിയാണോ എന്നൊന്നും ഇവിടുന്ന് നോക്കിയാൽ ഒരു ധാരണയും കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഉണർവിലാണ് എന്ന പ്രതീക്ഷയിൽ സംസാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് സലാം അടക്കുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും. അടുത്തുള്ളവർ ഉറക്കം പോയിട്ടുണ്ടാവും, ഞാൻ അഥവാ ഉണ്ടെങ്കിൽ അല്ലേ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേറെയുള്ള വലിയ സ്വാധീനങ്ങളും അനന്തര ഫലങ്ങളും ഉണ്ടാകുമെന്നതിനെ കുറിച്ചാണ് ഈ സമയത്ത് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കാണുന്നതോ കരുതുന്നതോ സങ്കല്പിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയ റിസൾട്ടുകളേക്കാൾ വലിയ പ്രതിഫലനങ്ങളെക്കാൾ വലിയ സ്വാധീനം ലോകത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കുണ്ടായതായി നമുക്ക് കാണാൻ കഴിയും. യമനിലെ ദൗസ് ഗോത്രത്തിന്റെ നേതാവായിരുന്നു തുഫൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം എഴുത്തുകാരനാണ്, കവിയാണ്, ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ്, വളരെ പ്രസിദ്ധനായ ഒരാളാണ്. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി മക്കത്ത് വന്നപ്പോൾ മക്കയിലെ ആളുകൾ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, താങ്കൾ ഒരിക്കലും മക്കയിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്, അദ്ദേഹവുമായുള്ള ഒരു തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകരുത്. ഹറമിനോ പരിസരത്തോ താങ്കൾ ചെല്ലുമ്പോൾ മുഹമ്മദ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കരുത്. അദ്ദേഹത്തോട് സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ താങ്കൾ പെടും. മക്കയിലെ പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലാണുള്ളത്, അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മക്കയിലെ പ്രമുഖരായ പല ആളുകളും അദ്ദേഹത്തെ സമീപിക്കുകയാണ്. തുഫൈൽ ഇബ്നു അംർ ഹറമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം തന്റെ 2 ചെവികളിലും പഞ്ഞി വെച്ചിട്ടാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമസ്കാരം നിർവഹിക്കുന്നു. നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹറമിന്റെ അടുത്തെത്തിയപ്പോൾ തുഫൈലിന്റെ മനസ്സ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇത്ര ഭീരുവാണോ, ഇത്ര പേടിത്തൊണ്ടനാണോ? ഒരാൾ പറയുന്നത് കേട്ടാൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കാൻ കഴിവില്ലാത്ത ദുർബലനാണോ തുഫൈലെ താങ്കൾ? അദ്ദേഹം തന്റെ കൈകളെ കൊണ്ട് തന്നെ പഞ്ഞി 2 എടുത്ത് പുറത്തെറിഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം, നമസ്കാരത്തിലെ പാരായണം ശ്രദ്ധയോടുകൂടെ കേട്ടു. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി ഹറമിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ്, മുസ്ലിമായിക്കൊണ്ടാണ്. തുഫൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയി, അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ, ദൗസ് ഗോത്രത്തിൽ പോയി. അദ്ദേഹം ഉണ്ടാക്കുന്ന വലിയ വിപ്ലവമുണ്ട്. ദൗസ് ഗോത്രം മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ. അദ്ദേഹം വീട്ടിലെത്തുന്നു, ഭാര്യയോട് സംസാരിക്കുന്നു, അവർ മുസ്ലിമാകുന്നു. തന്റെ പിതാവിനോട് സംസാരിക്കുന്നു, അദ്ദേഹം മുസ്ലിമാകുന്നു. പിന്നീട് അദ്ദേഹം നടത്തുന്ന ദീർഘമായ ഒരു പ്രബോധന പ്രവർത്തനമുണ്ട്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം, 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ 60ഓളം കുടുംബങ്ങളുമായി, ആ കുടുംബത്തിലെ മെമ്പർമാരുമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി കടന്നു വരുന്നുണ്ട് മദീനയിൽ.
അന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേരുന്നത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധിക്കരുതെന്ന് പറഞ്ഞ് ആളുകൾ ജാഗ്രത വേണമെന്ന് പറഞ്ഞു ഓർമ്മപ്പെടുത്തി ഹറമിലേക്ക് പറഞ്ഞുവിട്ട തുഫൈൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഇസ്ലാം സ്വീകരിച്ച് തൻ്റെ ഗോത്രത്തിൽ പോയി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. ആ ഗോത്രത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ സ്വാധീനങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലമായി യമനിലെ ദൗസ് ഗോത്രത്തിലെ അബൂ ഹുറൈറ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ച് 8-ാം നൂറ്റാണ്ടാകുമ്പോൾ, ഹിജ്റയുടെ 8-ാം നൂറ്റാണ്ടിൽ, ഹിജ്റയുടെ മുമ്പാണ് തുഫൈൽ റസൂലിനെ കാണുന്നതും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മക്കത്ത് വെച്ചിട്ടാണ്. ഹിജ്റയുടെ 8-ൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുന്നത് സ്വാഭാവികമായും 4 കൊല്ലമാണ്. ഹിജ്റ 11-ൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് ഉണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ 4 കൊല്ലത്തിനിടയ്ക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പഠിക്കും. ഈ 4 കൊല്ലത്തിനിടയ്ക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി എന്ന് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകളൊക്കെ മനഃപ്പാഠമാക്കുകയാണ് ചെയ്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ധരിച്ചിരുന്ന ഒരു വസ്ത്രം നൽകിയെന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചുവെന്നും അതിൽ പിന്നെ അദ്ദേഹം കേൾക്കുന്ന കാര്യങ്ങളൊന്നും മറന്നു പോകാറില്ല എന്നുമാണ് ചരിത്രത്തിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി വായിക്കുക. 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനഃപ്പാഠമാക്കുന്നത്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? അതിരാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കുളിച്ച് കുപ്പായം മാറ്റി അള്ളാഹുവിന്റെ കലാലയത്തിലേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയെ പറ്റി അല്ല ഞാൻ പറയുന്നത്. മദീനയുടെ പള്ളിച്ചെരുവിൽ അഹ്ലുസുഫ, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പരീക്ഷണങ്ങളുടെയും പ്രതീകമായി പള്ളിയുടെ ചെരുവിൽ താമസിച്ച ഒരു കൂട്ടം മനുഷ്യന്മാർ, അവരിൽപ്പെട്ട ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം കടന്നു പോകുന്നത്. പലപ്പോഴും അദ്ദേഹം പള്ളിയിൽ കുഴഞ്ഞു വീഴും. ആളുകൾ വിചാരിച്ചത് അദ്ദേഹത്തിന് അപസ്മാരമാണ് എന്നാണ്. പലപ്പോഴും അതിനുള്ള ചികിത്സകൾ അദ്ദേഹത്തിന് നൽകി എന്ന് പോലും കാണാം ചരിത്രത്തിൽ നമുക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് പറയാണ്, ഞാൻ തളർന്നു വീണത്, കുഴഞ്ഞു വീണത്, ബോധക്ഷയം സംഭവിച്ചത് എന്റെ വിശപ്പ് കൊണ്ടായിരുന്നു. അസഖ്യമായ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ വന്നപ്പോ വിശന്നിട്ടാണ് പള്ളിക്കകത്ത് ഞാൻ തളർന്നു വീണിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞിട്ട് ആരെങ്കിലും എഴുന്നേറ്റ് പോകുമ്പോൾ അവരോട് സംശയം ചോദിക്കും. അദ്ദേഹം പറയാണ്, എനിക്ക് ആ വിഷയത്തിൽ സംശയം ഉണ്ടായിട്ടല്ല, ഞാൻ ഒരാളോട് സംശയം ചോദിക്കുമ്പോൾ അയാൾ എന്നെ ശ്രദ്ധിക്കും. അബൂ ഹുറൈറ, താങ്കൾ എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിക്കാനുള്ളൊരു സാധ്യതയ്ക്ക് വേണ്ടി ഞാൻ അവരോട് സംശയം ചോദിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലാണ് എൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് എന്നെ കൊണ്ടുപോയി എന്തെങ്കിലും എനിക്ക് ഭക്ഷണം തന്നിരുന്നത് എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനഃപ്പാഠമാക്കുകയും മദീനത്തെ പള്ളിയിലിരുന്ന് അദ്ദേഹം ദർസിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മദീനയിൽ എത്തുന്ന ആളുകൾക്ക് അദ്ദേഹം അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു ചരിത്രം ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സ്വാധീനം, ഹദീസ് വിജ്ഞാനത്തിലൂടെ അദ്ദേഹത്തിന്റെ സ്വാധീനം ഏത് കാലത്തോളം എത്തി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം, നമ്മൾ ചിന്തിക്കണം. ഞാൻ ആ ഒരു ഭാഗം മാത്രം, അതിൽ മാത്രം നിന്നുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ മനഃപ്പാഠമാക്കിയ ഹദീസുകൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, അത് തന്റെ ശിഷ്യന്മാരിൽ പലരോടും എഴുതി സൂക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഹദീസുകൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് ആ പ്രവണത കുറവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആൻ അല്ലാതെ മറ്റൊന്നും എന്നിൽ നിന്ന് എഴുതി വെക്കരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ആളുകൾ എഴുതി വെച്ചിരുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണശേഷമാണ് പ്രവാചക വചനങ്ങൾ എഴുതി വെക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാം വിമർശനവുമായി കടന്നു വന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്തോ തൊട്ട നൂറ്റാണ്ടിലോ അതിനടുത്ത നൂറ്റാണ്ടിലോ ഹിജ്റ 1-ലോ 2-ലോ ഒന്നും ഹദീസുകൾ സ്വഹാബത്തോ മുസ്ലിങ്ങളോ എഴുതി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഹിജ്റ 3-ാം നൂറ്റാണ്ടിലാണ് ഹദീസ് എഴുതുന്ന പ്രവണത ഇസ്ലാമിക ലോകത്തുണ്ടായത് എന്നുമുള്ള ഒരു പ്രചാരണം ഹദീസുകളുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടായി. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്ന ഹമ്മാം ഇബ്നു മുനബ്ബിഹിന്റെ സ്വഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹ് എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു രേഖ ലോകത്ത് ലഭ്യമാവുകയാണ്. സ്വഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹ് എന്ന് പറയുന്നത് 138 ഹദീസുകളുള്ള ഒരു തോൽ രേഖയാണ്. അതിന്ന് ലഭ്യമല്ല. ആ സ്വഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹ് അത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലേക്ക് അതേപോലെ പകർത്തുകയാണ്. 138 ഹദീസുകൾ. അതില് പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിനെ പറ്റിയുണ്ട്, നമസ്കാരത്തെക്കുറിച്ചുള്ള ഹദീസുകളുണ്ട്, സ്വതക്കയെ പറ്റി പറയുന്ന ഹദീസുകളുണ്ട്. ഈ ഹദീസുകളൊക്കെ ഈ 138 ഹദീസുകളും പിൽക്കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ കാലമാകുമ്പോൾ അദ്ദേഹത്തിന്റെ മുസ്നദിലേക്ക് ഈ 138 ഹദീസുകളെയും അദ്ദേഹം ചേർക്കുകയാണ്. 2-ാം നൂറ്റാണ്ടിന്റെ ഹിജ്റ 2-ന്റെ അവസാനത്തിൽ ആണ് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ ഹദീസുകൾ ക്രോഡീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലശേഷം ഹിജ്റ 3-ന്റെ ആരംഭത്തിലാണ് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ അഹ്മദ് ഈ ഹദീസുകളൊക്കെ ഒരു ഗ്രന്ഥമാക്കി ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഹിജ്റ 3-ലാണ്. ആ പുസ്തകത്തിൽ ഹമ്മാം ഇബ്നു മുനബ്ബിഹിന്റെ മുഴുവൻ ഹദീസുകളും വ്യത്യാസങ്ങളില്ലാതെ മാറ്റങ്ങളില്ലാതെ അതേപോലെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതേ രേഖ ഇതിന്റെ 2 കയ്യെഴുത്ത് പ്രതികൾ 1933 ഒരു ഇന്ത്യൻ പണ്ഡിതൻ, ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ പണ്ഡിതൻ ജർമ്മനിയിലെ ബെർലിനിലെ ഒരു ലൈബ്രറിയിൽ വെച്ച് കണ്ടെത്തുകയുണ്ടായി. ഡോക്ടർ മുഹമ്മദ് ഹമീറുള്ള എന്ന പേരുള്ള ഒരു ഇന്ത്യൻ പണ്ഡിതൻ. അദ്ദേഹം ഹൈദരാബാദുകാരനായ അദ്ദേഹം പിന്നീട് താമസിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതകാലം അദ്ദേഹം പിന്നീട് ചെലവഴിക്കുന്നതൊക്കെ പാരീസിലാണ്. അദ്ദേഹത്തിന്റെ വളരെ വിശദമായ ചരിത്രങ്ങളുണ്ട്. 1948 ഹൈദരാബാദ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറിയപ്പോൾ ഹൈദരാബാദുകാരനായ അദ്ദേഹം എനിക്ക് ഒരു രാജ്യത്തിൻ്റെയും പൗരത്വം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഈ മുഹമ്മദ് ഹമീദുള്ള എന്ന് പറയുന്ന ഇന്ത്യ കണ്ട വളരെ പ്രഗത്ഭനായ ഒരു വലിയ പണ്ഡിതനാണ് മുഹമ്മദ് ഹമീദുള്ള. അദ്ദേഹം 1908 അദ്ദേഹം ജനിക്കുന്നത്. 1908 ജനിച്ച അദ്ദേഹമാണ് 1933 അദ്ദേഹത്തിന്റെ 25-ാമത്തെ വയസ്സിൽ ആ ചെറുപ്പക്കാരൻ ഇന്ത്യ കണ്ട വളരെ പ്രഗത്ഭനായ ആ മഹാപണ്ഡിതന്റെ 25-ാമത്തെ വയസ്സിൽ ഈ സ്വഹീഫത്തു ഹമ്മാം ഇബ്നു മുനബ്ബിഹ് എന്ന് പറയുന്ന പണ്ഡിതന്റെ ഒരു കയ്യെഴുത്തു പ്രതി, 138 ഹദീസുകളുടെ കയ്യെഴുത്തു പ്രതി ജർമ്മനിയിലെ ബെർലിനിലെ ഒരു ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്തുന്നത്. സമാനമായ കാലത്ത് അദ്ദേഹം സിറിയയിൽ ഡമസ്കസിൽ നിന്ന് ഇതേപോലെ ഒരു കയ്യെഴുത്തു പ്രതി, ഇതിന്റെ തന്നെ ഒരു കയ്യെഴുത്തു പ്രതി അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. സിറിയയിൽ നിന്ന് കണ്ടെത്തിയ കയ്യെഴുത്തു പ്രതി ഹിജ്റ 6-ാം നൂറ്റാണ്ടിലേതാണ്. ബെർലിനിൽ നിന്ന് കണ്ടെത്തിയ കയ്യെഴുത്തു പ്രതി എന്ന് പറയുന്നത് ഹിജ്റ 12-ാം നൂറ്റാണ്ടിലേതാണ്. പക്ഷെ ഇത് രണ്ടും താരതമ്യം ചെയ്തപ്പോൾ ഇത് രണ്ടിലെയും ഹദീസുകൾ 138 ഹദീസുകൾ സമാനമായ ഒരക്ഷരങ്ങൾക്ക് വ്യത്യാസമില്ലാത്ത രൂപത്തിൽ സമാനമായ രീതിയിലാണ് അത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയുകയുണ്ടായി. ഇത് കണ്ടെത്തപ്പെട്ടതോടുകൂടെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ, ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സ്വഹാബത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്നതിനുള്ള പ്രാമാണികമായ രേഖ ലഭിക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഉണ്ടാകുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു നമസ്കാരത്തിനിടയ്ക്ക് ആയത്തുകൾ കേട്ടിട്ടാണ്. അദ്ദേഹത്തിനെ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ ഗോത്രത്തിന്റെ തലവൻ
ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 800ഓളം ആളുകൾ, സ്വഹാബികളും താബികളും ഉൾപ്പെടെ, സ്വഹാബികളും താബികളും ഉൾപ്പെടെ 800ഓളം ആളുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത്. അത്രയും ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായി എന്നതുകൂടിയാണ് അതിന്റെ അർത്ഥം. നേർക്ക് നേരെ അദ്ദേഹത്തിൽ നിന്ന് ഹദീസുകൾ കേട്ട് റിപ്പോർട്ട് ചെയ്ത 800ഓളം സ്വഹാബികളും താബികളും ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത്രയും ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായി എന്നതുകൂടിയാണ് സഹോദരങ്ങളെ ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ലോകത്തുണ്ടാക്കിയ ഹദീസുകളിലൂടെ ലോകത്തുണ്ടാക്കിയ ഒരു വലിയ സ്വാധീനത്തിന് കാരണക്കാരനായത് അദ്ദേഹത്തിന്റെ ഗോത്രത്തലവനായ തുഫൈൽ ബിൻ അംർ എന്ന് പറയുന്ന പ്രബോധകനാണ്. ഞാൻ ആ ഒരു ഭാഗം പറയാനാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിനുണ്ടാകുന്ന സ്വാധീനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന കാലത്തെയോ നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തികളെയോ മാത്രം സ്വാധീനിക്കുന്നതല്ല. വലിയ തോതിലുള്ള ചലനങ്ങളും സ്വാധീനങ്ങളും പ്രതിഫലനങ്ങളും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കുണ്ടാകും. തീർച്ചയായും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് നിയോഗിക്കുമ്പോൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് നിയോഗിക്കുന്നത്. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് സഅദ് ബിൻ മുആദ് എന്ന് പറയുന്ന മഹാനായ ഒരു സ്വഹാബി ഉണ്ടാകുന്നത്. സഅദ് ബിൻ മുആദിന്റെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് 5 കൊല്ലമാണ്. നേരത്തെ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹിജ്റ 58 മരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ 4 കൊല്ലം എന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചത് ഹിജ്റ 8 മുതൽ 11 വരെ 4 കൊല്ലമാണ്. അദ്ദേഹം 58 ഹിജ്റ 58 അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഉണ്ടായത് 5 കൊല്ലാണ്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മദീനയിൽ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്തുന്ന ഒരു കിണറിന്റെ അടുത്ത് നിന്ന് അവിടെ വരുന്ന ആളുകളോട്, വെള്ളം എടുക്കാനൊക്കെ വരുന്ന ആളുകളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഈ വിവരം അറിഞ്ഞിട്ടാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വരുന്നത്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടെ കടന്നു വന്നപ്പോൾ മിസ്അബ് റളിയല്ലാഹുവിനോട് പറയാണ്, തൻ്റെ കയ്യിൽ കത്തി കാണിച്ചിട്ട് ഇങ്ങനെ പറയാണ് മിസ്അബ് റളിയല്ലാഹുവിനോട്, താങ്കൾ ഈ പണി നിർത്തിയിട്ട് ഇവിടുന്ന് എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് ആയുധം പ്രയോഗിക്കേണ്ടി വരും. ആരാണ് സഅദ് ബിൻ മുആദ് എന്നറിയോ? ഔസ് ഗോത്രത്തിന്റെ നേതാവാണ്. 27 അല്ലെങ്കിൽ 29 എന്നൊക്കെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 27-ാമത്തെ വയസ്സിലോ 29-ാമത്തെ വയസ്സിലൊക്കെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനോട് ഇത് നിർത്തി ഇവിടുന്ന് എഴുന്നേറ്റില്ലെങ്കിൽ, താങ്കളുടെ ഈ പണി നിർത്തിയിട്ട് ഈ പ്രബോധനം നിർത്തി ഇവിടുന്ന് പോയില്ലെങ്കിൽ എനിക്ക് ആയുധം പ്രയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വിഷം പുരട്ടിയ കത്തിയാണ് മിസ്അബ് റളിയല്ലാഹുവിന്റെ നേരെ അദ്ദേഹം ഉയർത്തി കാണിച്ചത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എന്തു വേണമെങ്കിലും. പക്ഷെ അതിന് മുമ്പ് ഒരല്പസമയം എന്നെ ഒന്ന് കേൾക്കാൻ, ഞാൻ എന്താണ് പറയുന്നത് എന്നൊന്ന് കേൾക്കാൻ കുറച്ച് സമയം എനിക്ക് അനുവദിക്കണം. അത് ന്യായമായ ഒരു ആവശ്യമായതുകൊണ്ട് സമ്മതം കൊടുത്തു സഅദ് റളിയല്ലാഹു അൻഹു. മിസ്അബ് റളിയല്ലാഹു അൻഹു സൂറത്ത് സുഖ്റുഫാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചത്. സഅദ് ഇബ്നു മുആദ് അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം പിന്നീട് നേരെ തന്റെ ഗോത്രത്തിൽ ഔസിൽ പോയിട്ട് അവിടുത്തെ ആളുകളെ മുഴുവൻ ആബാലവൃദ്ധം തന്റെ ഗോത്രത്തിലെ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആരാണ്? താങ്കൾ ഞങ്ങളുടെ നേതാവാണ്. നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? താങ്കൾ ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ ഒരു വ്യക്തിത്വമാണ് താങ്കൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളും ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഔസിലെ സ്ത്രീകളോടോ ഔസിലെ പുരുഷന്മാരോടോ ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങളാരുമായി ഞാൻ ഒരു തരത്തിലുള്ള സമ്പർക്കങ്ങളും സംസാരങ്ങളും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആശയത്തെ, ആദർശത്തെ അവരുടെ മുമ്പിൽ, തന്റെ ഗോത്രത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമ്മൾ ചരിത്രത്തിൽ വായിക്കുക, അന്ന് സൂര്യൻ അസ്തമിക്കുന്നത് ഔസ് ഗോത്രത്തിലെ മുഴുവൻ സ്ത്രീകളും പുരുഷന്മാരും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ്. ഒരു ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ്
അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ഒരു 5 കൊല്ലം കൊണ്ടുണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത്, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഖന്തക് യുദ്ധത്തിൽ, ഹിജറ 5-ലുണ്ടായ ഖന്തക് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കാലിലേറ്റ ഒരു മുറിവിന്റെ കാരണമായിട്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പ് നടക്കുന്ന ഒരു വലിയ ചരിത്ര സംഭവമുണ്ട്. ഞാൻ അതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവിടെ ഒരു മധ്യസ്ഥനായി, മദീനയിൽ ബനൂ ഖുറൈലക്കാരുമായി ഉണ്ടായ പ്രശ്നങ്ങളിൽ ഒരു മധ്യസ്ഥനായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഖന്തക് യുദ്ധം നടക്കുമ്പോൾ മദീന കരാർ അനുസരിച്ച് മദീനയിലെ ജൂത ഗോത്രങ്ങൾ മദീനയുടെ കൂടെ നിൽക്കണം, രാജ്യത്തിന്റെ കൂടെ നിൽക്കണം. ആ കരാർ അവരെ ലംഘിക്കുകയാണ്. എന്നിട്ട് ഖന്തക് യുദ്ധവേളയിൽ അവർ പുറത്തു നിന്നുള്ള ശത്രുക്കളെ സഹായിക്കുകയാണ്. മദീനയിലേക്ക് ആളുകൾക്ക് കടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അത് രാജ്യദ്രോഹ കുറ്റമാണ്. മദീനയെ ഒരു നിർണായക ഘട്ടത്തിൽ അവർ ചതിക്കുകയാണ്. അതോടുകൂടെ മുസ്ലിങ്ങൾ ഇല്ലാതാകും, ഇസ്ലാമിക സമൂഹം ഇല്ലാതാകും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലോടുകൂടെ ശത്രു സൈന്യങ്ങൾ ഇല്ലാതാവുകയും ഖന്തക് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയും ചെയ്തു. മുസ്ലിങ്ങൾ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ബനൂ ഖുറൈല ഗോത്രം അവരുടെ കോട്ടക്കകത്ത് 25 ദിവസം ഉപരോധിക്കപ്പെടുന്നുണ്ട്. ആ 25 ദിവസത്തെ ഉപരോധം നടക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു സന്ധ്യ സംഭാഷണത്തിന് തയ്യാറാണ്, പക്ഷെ മധ്യസ്ഥനായിട്ട് സഅദ് ഇബ്നു മുആദ് വേണം. ഔസ് ഗോത്രത്തിന്റെ തലവൻ എന്നുള്ള നിലയ്ക്ക് മദീനയിലെ ജൂതന്മാരുമായി നേരത്തെ ബന്ധമുള്ള സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന 10, 30, 32 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അവർ അവരുടെ മധ്യസ്ഥനായി നിർദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളപ്പോൾ വളരെ പ്രഗത്ഭരായ പ്രമുഖരായ മുഹാജിറുകളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ വളരെ മുതിർന്ന സ്വഹാബത്തുള്ളപ്പോൾ സഅദ് ഇബ്നു മുആദിന്റെ പേര് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. അദ്ദേഹം ഒരു വാഹനപ്പുറത്താണ് അദ്ദേഹത്തെ അവിടത്തേക്ക് കൊണ്ടുവന്നത്. പള്ളിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഹുജറ, ഒരു ഭാഗം മറച്ച് അതിലാണ് അദ്ദേഹത്തെ റസൂൽ താമസിപ്പിച്ചത്. റസൂലിനെ എപ്പോഴും സന്ദർശിക്കാനും അദ്ദേഹത്തിൻ്റെ മുറിവും അദ്ദേഹത്തിൻ്റെ അസുഖ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പള്ളിക്കകത്ത് തന്നെയാണ് അദ്ദേഹത്തെ താമസിപ്പിച്ചിരുന്നത്. ആ പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ ഈ മധ്യസ്ഥ ചർച്ച നടക്കുന്നിടത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങളുടെ നേതാവിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. സ്വഹാബത്തൊക്കെ എഴുന്നേറ്റ് നിന്നിട്ടാണ് ഈ ചെറുപ്പക്കാരൻ അവിടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം അവിടെ വന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം ഇതിലൊരു വിധി പ്രഖ്യാപിക്കുകയാണ്. ബനൂ ഖുറൈല ഇസ്ലാമിക സമൂഹത്തോടും മദീന രാജ്യത്തോടും സ്വന്തം നാടിനോടും ചെയ്ത വഞ്ചനയ്ക്ക് എന്താണ് അവർക്കുള്ള ശിക്ഷ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു രാജ്യത്തിന്റെ പൗരന്മാർ, അത് ഏത് കാലത്തുള്ള നിയമമാണ്, ഒരു രാജ്യത്തെ പൗരന്മാർ ആ രാജ്യത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് ഒറ്റുകൊടുക്കുക എന്ന് പറയുന്നത് വലിയ രാജ്യദ്രോഹ കുറ്റമാണ്. അതിന് വധശിക്ഷ തന്നെയാണ് വിധിക്കാനുള്ളത്. ബനൂ ഖുറൈലയിലെ മുതിർന്ന മുഴുവൻ ആണുങ്ങളെയും കൊല്ലാൻ അദ്ദേഹം ഉത്തരവിടുകയാണ്. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ധനസ്ഥരാക്കാൻ അദ്ദേഹം കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, അതല്ലെങ്കിൽ വിധി പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ അവരുടെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുത്ത് മുസ്ലിങ്ങളുടെ സാധാരണക്കാർക്കിടയിൽ, പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യണം എന്നും അദ്ദേഹം കൽപ്പിക്കുകയാണ്. ഈ വിധി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുആദ്, ഏഴാകാശത്തിന്റെ മുകളിൽ നിന്ന് എന്താണോ ബനൂ ഖുറൈലക്കാരുടെ കാര്യത്തിൽ അള്ളാഹു വിധിച്ചത്, അതേ വിധിയാണ് അവരുടെ കാര്യത്തിൽ താങ്കളും പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിധി പ്രഖ്യാപനം അള്ളാഹുവിന്റെ തീരുമാനമാണ്, അങ്ങനെയാണ് വഹിയിലുള്ളത് എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്തസ അർശുർ റഹ്മാൻ. സഅദ് ഇബ്നു മുആദ് ആ മുറിവിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മുറിവ് പറ്റിയപ്പോൾ മാരകമായൊരു മുറിവാണ്, ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന, ഞരമ്പ് പൊട്ടിയ, അദ്ദേഹത്തിന്റെ കൈത്തണ്ടയിലെ ഞരമ്പ് പൊട്ടിയ മാരകമായൊരു മുറിവാണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. 3 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലുള്ളത്. ഒന്ന്, അല്ലാഹുവേ, ഖുറൈശികളുമായി ഇനി ഒരു യുദ്ധമുണ്ടെങ്കിൽ എനിക്ക് നീ ആയുസ് നീട്ടിത്തരണം.
അള്ളാഹുവിന്റെ പ്രവാചകനെ നീ ആയുസ് നീട്ടിത്തരണം. അതാണ് ഒരു പ്രാർത്ഥന. അള്ളാഹുവേ, അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയ ഈ മുറിവ് കൊണ്ട്, ഇതൊരു യുദ്ധത്തിൽ, നിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള ഒരു യുദ്ധത്തിൽ എനിക്ക് സംഭവിച്ച മുറിവാണ്, ഇതിനാൽ മരണപ്പെടുന്ന ഒരു ഷഹീദായി നീ എന്നെ സ്വീകരിക്കണം എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തത്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാമിക രാജ്യത്തെയും കൊടും വഞ്ചന ചെയ്ത ബനൂ ഖുറൈളക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്റെ കണ്ണിനെ കുളിർപ്പിക്കുന്ന ഒരു തീരുമാനത്തിന് സാക്ഷിയാകാൻ നീ എന്നെ സഹായിക്കണം. ഇതാണ് മൂന്നാമത്തെ പ്രാർത്ഥന. ആ മൂന്നാമത്തെ പ്രാർത്ഥന അള്ളാഹു സാക്ഷാത്കരിച്ചത് അദ്ദേഹത്തിന്റെ നാവിലൂടെയാണ് എന്ന് നമ്മൾ കാണും. ഈ വിധി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തമ്പിലേക്ക് മടങ്ങി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മുറിവിന്റെ കാരണത്താൽ തന്നെ അത് വീണ്ടും പൊട്ടുകയും അദ്ദേഹം ആ മുറിവ് കാരണത്താൽ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ഇസ്ലാമിക ചരിത്രം. രണ്ട് സ്വഹാബികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് അബൂ ഹുറൈറ, രണ്ട് സഅദ് ഇബ്നു മുആദ്. സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് ഒരു വ്യക്തി കടന്നു വരിക എന്ന് പറയുന്നത് പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ രീതിയിലുള്ള ചലനങ്ങളും സ്വാധീനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാക്കാൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് സാധ്യമാകും. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മളെക്കാൾ പ്രഗത്ഭരായ, നമ്മളെക്കാൾ കരുത്തരായ, നമ്മളെക്കാൾ ശക്തരായ, നമ്മളെക്കാൾ ബുദ്ധിയുള്ള, വിവരമുള്ള, യോഗ്യതയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ കഴിയുന്ന മഹാരഥന്മാരായ ആളുകളെ സൃഷ്ടിച്ചെടുക്കാൻ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങളെ കൊണ്ട് കഴിയും. അതിന് സന്നദ്ധമാകണേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസരം തന്നതിന് എല്ലാ തരത്തിലുള്ള എൻ്റെ വ്യക്തിപരമായ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.